പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നുള്ളത് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ കഴിഞ്ഞ 7 മാസത്തിലധികമായി ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ കാണിച്ച എല്ലാ ഉത്സാഹത്തിനും സന്മനസ്സിനും നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിച്ചാൽ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ഏപ്രിൽ 25 നമ്മുടെ ഗ്രാജുവേഷൻ സർവീസ് നടത്തപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഗ്രൂപ്പിൽ ഇന്നും കർത്താവിൻ്റെ ദാസൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ദയവായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്നൊക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയുക. അത് ഫോം ഫില്ല് ചെയ്താൽ അത് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ആ പേരിൽ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ ഗ്രാജുവേഷൻ സെറമണിയും വളരെ വിപുലമായ രീതിയിൽ നടത്തുവാനാണ് ഞങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 25 നിങ്ങളുടെ പ്രസൻസും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പലരും സർട്ടിഫിക്കറ്റിന്റെ കാര്യം ചോദിച്ചു. 1 ഇയർ CTHന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ തരുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഏറ്റവും വളരെ അനുഗ്രഹീതമായ ക്ലാസ്സുകൾ എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം സഹായിച്ചു. പ്രസംഗശാസ്ത്രം വളരെ വിപുലമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തീകരിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ വഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ട് അൺമ്യൂട്ട് ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ മഹത്വം ദൈവമേ സ്തുതിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നൊരു നല്ലൊരു ദിവസം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. ദേവദാസന്മാരോടും ദൈവമക്കളോടും ഒന്നിച്ച് ദൈവമേ സന്നിധി ഇരിക്കുവാൻ തന്ന ദൈവമേ, ദൈവവചനങ്ങൾ പഠിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പറയുന്ന ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തർക്കും അതൊരു അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. യേശുവിനെ മഹത്വം. ദൈവമേ, നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഹല്ലേലൂയ. ഇത് ലീഡ് ചെയ്യുന്ന ലാലു പാസ്റ്ററിനെയും കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന്റെ ദൈവമേ ഹല്ലേലൂയ ഷാജി പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും കുടുംബമായി കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ക്ലാസ് എടുക്കുന്ന എല്ലാ ദേവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പറയുവാൻ അതൊക്കെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് ദൈവമേ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മുമ്പോട്ട് ദൈവമേ എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി ദൈവമേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. മാനവ മഹത്വം അങ്ങ് എടുക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കർത്താവിന്റെ ദാസൻ പ്രിയ ലാലിച്ചാൻ, അതുപോലെ പ്രിയ ഷാജി പാസ്റ്റർ, മറ്റെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി വന്ദനം അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം വളരെ ഭീതിജനകമായിരിക്കുന്ന അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ ഏറ്റവും പ്രിയമുള്ളവരും ഒക്കെ ഇതിന്റെ ഭീതിയിലും ഇതിന്റെ ആഘാതത്തിലും ഒക്കെയാണ് നമുക്കറിയാൻ. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന തുടരുക. ദൈവം ഇതിനൊരു സമാധാനം ഉണ്ടാകട്ടെ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മെട്രോപൊളിറ്റൻ സിറ്റികൾ ഒക്കെ അതിന്റെ ലോക്ക്ഡൌണിലേക്ക് വരുന്ന പോലെയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലെ ഭക്ഷണശാലയെല്ലാം അടച്ചു, അവിടെ ഹോസ്റ്റൽ അടച്ചു, നേഴ്സിംഗ് സ്കൂളുകൾ അടച്ചു. എൻ്റെ മോൾ അവിടെ 4th ഇയർ ആണ് പഠിക്കുന്നത്, നേഴ്സിംഗിന്റെ BSc നേഴ്സിംഗ്. അവരുടെ കോളേജ് 1 മാസം കഴിഞ്ഞ് അവര് അവധി കൊടുക്കുകയായിരുന്നു. പെട്ടെന്ന് അവര് ലോക്ക്ഡൌൺ പോലെ അത് ഇന്ന് രാവിലെ പിള്ളേരോട് പറഞ്ഞ് എല്ലാവരും വീട്ടിൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് അവർ പൂട്ടി. ഇന്ന് അവർ യാത്രയാവുന്നു. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നാട്ടിൽ. ഗ്യാസിന്റെ ലഭ്യത കുറവ്, അതുപോലെ തന്നെ ഇന്ധന ക്ഷാമം ഉണ്ടാകുന്നു, വില കൂടുന്നു. അങ്ങനെ പല നിലയിൽ നമ്മുടെ കേരളവും ഒക്കെ നീങ്ങുന്നു എന്നുള്ളത് ഏറെ ഭീതിജനകമായ കാര്യമാണ്. ഇതെല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം പ്രത്യാശ വർദ്ധിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി കൂടുതലെടുക്കാം, ഒരുങ്ങാം.
നമ്മുടെ പഠനത്തിൽ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി ആയിരിക്കാം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഞാൻ മുഖവരിയായി പ്രാർത്ഥനയ്ക്കായി വീണ്ടും നിങ്ങളെ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്നൊരു വിടുതൽ ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് തുടങ്ങാം. നമ്മുടെ 2 പ്രസംഗ ശാസ്ത്ര രീതികൾ, പ്രത്യേകിച്ച് ടൈപ്പ് ഓഫ് സർമൺസ്, നമ്മൾ 2 എണ്ണം കൂടി പറയുമ്പോൾ അത് അവസാനിക്കും. ഞാൻ ഇത്ര വിശാലമായിട്ട് ഇത് പറയുന്നത്, ബാക്കി എല്ലാ കാര്യം നമുക്ക് ചുരുക്കം പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്നാൽ നമ്മളൊരു പ്രസംഗം ഉണ്ടാക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ഇത് ഏത് പ്രസംഗമാണെന്ന് വിലയിരുത്താനുള്ള ഒരു അറിവ്, പ്രായോഗിക പരിജ്ഞാനം നമുക്കുണ്ടാകും. അതിനാണ് ഇത്രയും വിശാലമായിട്ട് ഈ അധ്യായം ഒരു 3 ആഴ്ചയായിട്ട് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസംഗത്തിന്റെ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം, ടൈപ്പ് ഓഫ് സർമൺസ്, അതിന്റെ ഏറ്റവും അവസാനത്തെ 2 ടൈപ്പ് കൂടി പഠിച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, ധ്യാന പ്രസംഗം. ഇനി അടുത്തത് ധ്യാന പ്രസംഗം, ഡിവോഷണൽ മെസ്സേജ്. എന്താണ് ഡിവോഷണൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ സഭയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പ്രബോധനം പറയുന്ന ആളുകളാകാം. നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ, സഹോദര സമാജത്തിലോ യൂത്ത് മീറ്റിങ്ങിലോ മറ്റ് ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകൾ പ്രബോധനമായിട്ടോ 2 വാക്ക് സംസാരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആകുന്നവരാകാം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു ധ്യാനാത്മകമായിരിക്കുന്ന ഒരു ഡിവോഷണൽ ടോക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ധ്യാന പ്രസംഗം എന്ന് പറയുന്നത് ശ്രോതാക്കളെ ആത്മപരിശോധനയ്ക്കും ദൈവസന്നിധിയിൽ ശക്തമായി ചിന്തയിലേക്കും നയിക്കുന്ന പ്രസംഗ രീതിയാണ്. നമ്മുടെ സുവിശേഷ പ്രസംഗം അടുത്ത് നമ്മൾ ചിന്തിക്കും. നമ്മുടെയൊക്കെ പല പ്രസംഗങ്ങളും ധ്യാന പ്രസംഗങ്ങൾ എന്ന് പറയുമ്പോഴും നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തോടു കൂടി പറയുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമുക്കുള്ളത്. എന്നാൽ ധ്യാനാത്മകമായിരിക്കും ഒരു ചെറിയ തോട്ട്, ഒരു ചെറിയ ചിന്ത നമുക്ക് എങ്ങനെ വളരെ ലളിതമായിട്ട് വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന നിലയിൽ എങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പം ഇതൊരു വാദപ്രതിവാദത്തിന് വേണ്ടിയുള്ള സന്ദർഭമായിട്ടല്ല നമ്മൾ ധ്യാന പ്രസംഗത്തെ കാണേണ്ടത്. മറിച്ച് ഹൃദയത്തെ സ്പർശിക്കുക, ആഴത്തിലുള്ള ഒരു ആത്മീയ ചിന്ത കൊടുത്ത് നമ്മുടെ ആത്മീയമായി ഒന്ന് ഉണർത്തപ്പെടുക, അതാണ് വാസ്തവത്തിൽ ആഴമേറിയ ധ്യാന പ്രസംഗം കൊണ്ട് ചിന്തിക്കുന്നത്. ഒരു ആത്മീയ സത്യത്തെ, ഒരു വചനത്തെയോ ഒരു ആത്മീയ സത്യത്തെയോ ആഴത്തിൽ ചിന്തിച്ച് അതിന് ജീവിത പ്രാധാന്യത്തോടുകൂടി ശ്രോതാക്കളിൽ ശാന്തമായി പങ്കുവെക്കുന്ന രീതിയാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു ആത്മീയ ദൂത്, ഒരു സന്ദേശം, ഒരു വചനം, ഒരു ആത്മീയ സത്യം, അത് ആഴത്തിൽ ചിന്തിക്കുക, അത് ജീവിതമായി ഏറെ ബന്ധത്തിൽ, നമ്മുടെ സാധാരണ ജീവിതമായി ഏറെ ബന്ധമുള്ള, ശ്രോതാക്കൾക്ക് ശാന്തമായ രീതിയിൽ പങ്കുവെക്കുവാൻ കഴിയുന്ന, അവരോട് പങ്കുവെക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരം പ്രസംഗം എന്ന് പറയുക. എന്നാൽ മറ്റു പ്രഭാഷണങ്ങളൊക്കെ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ അതിനെ ഉറപ്പിക്കുകയോ ചെയ്യുന്ന സന്ദേശങ്ങളുണ്ട്. നമ്മളിൽ ഉയർന്നു വരുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രഭാഷണ രീതികളുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്നു വരുന്ന സംശയങ്ങളോ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസങ്ങളെയോ മൂല്യങ്ങൾക്കോ എതിരായി സാധാരണ ഒരു മനുഷ്യന്റെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മനസ്സിൽ ഉണ്ടാകുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ വളരെ ശക്തമായും ആധികാരികമായും തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രഭാഷണമുണ്ട്, ഖണ്ഡന പ്രസംഗങ്ങളുണ്ട്, വാദപ്രതിവാദ പ്രസംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ഉത്തേജനം ഉണ്ടാകുന്ന പ്രസംഗമുണ്ട്, സുവിശേഷ പ്രഭാഷണമുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഏറെ വ്യത്യസ്തമായി ഒരു സാധാരണ നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധത്തിൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റുക, അതാണ് ധ്യാന പ്രസംഗം. എന്താണ് ധ്യാന പ്രസംഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊന്നും ഇടയ്ക്ക് പറയുന്നു, നാളെ ഉച്ച കഴിഞ്ഞ് ഇതിന് നോട്ട് തരുന്നതായിരിക്കും. നാളെ ഉച്ച കഴിഞ്ഞ് കേട്ടോ, എല്ലാവർക്കും നോട്ട് തരുന്നതായിരിക്കും. ഞാൻ ഈ ചാപ്റ്റർ എന്നോട് പല ആളുകളും ചോദിച്ചു, എങ്ങനെയാണ് നോട്ട് ഉടനെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ നോട്ട് തരാം, അതൊരു കുഴപ്പവുമില്ല. നോട്ട് എല്ലാവർക്കും
വളരെ കൃത്യമായ നല്ല നോട്ട് തരാം. ഓരോ വിഷയത്തെയും, അതായത് നമ്മൾ പഠിച്ച ഓരോ സബ്ജക്റ്റിനെയും അതിനെ ബേസ് ചെയ്ത് ഓരോ കുറച്ചും കൂടെ വിശാലമായിട്ടൊരു നോട്ട് തരാം. നാളെ ഉച്ച കഴിഞ്ഞ് രാവിലെ ഞങ്ങൾക്കൊരു മരണമുണ്ട്. അപ്പം അതിന് പോയിട്ട് ഉച്ച കഴിഞ്ഞ് വന്നിരുന്നു. ഞാനത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇത് നമ്മെ സഹായിക്കട്ടെ. ശ്രദ്ധിച്ചേ, ഒന്നാമത്തത് ധ്യാന പ്രസംഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ആത്മപരിശോധന ഉണർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ധ്യാന പ്രസംഗത്തിന്റെ ലക്ഷണം എന്നത്. അപ്പൊ ധ്യാന പ്രസംഗം എന്ന് പറഞ്ഞത് വളരെ വീറും വാശിയോടുകൂടി ആവേശഭരിതമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിനപ്പുറമായി നമ്മുടെ ജീവിതത്തോട് വളരെ അടുത്ത് നിന്ന് ജീവിതത്തോട് സംസാരിക്കുന്ന ആത്മപ്രഭാഷണമാണ്. ഒന്നുകൂടി ഞാൻ ലളിതമായി പറഞ്ഞാൽ, മനസ്സിനോട് സംവദിക്കുന്ന ചില നിമിഷങ്ങളായി മാറും ധ്യാന പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒന്ന്, ഇതിന് ഒരു ആത്മപരിശോധന ഉണർത്തുന്നു ധ്യാന പ്രസംഗത്തിലൂടെ. രണ്ടാമത്, ദൈവമായി ഒരു വ്യക്തിപരമായ ബന്ധം വളർത്താൻ ധ്യാന പ്രസംഗം കൊണ്ട് സഹായിക്കും. അതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ദൈവമായി വ്യക്തിപരമായ ഒരു ബന്ധം. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ബാക്കി ഒരു പ്രസംഗത്തിനും അങ്ങനെ ഇല്ലേ എന്നുള്ളതാണ്. അല്ല, ശ്രദ്ധിക്കുക, അറിയുക, കുറിച്ചറിയുക രണ്ടും രണ്ടാണ്. ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയുക, അറിയുക എന്ന് പറയുന്നതും കുറിച്ചറിയുക എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടാണ്. നിങ്ങൾക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് എന്നെ കുറിച്ചറിയാം. മനസ്സിലായോ? നിങ്ങൾക്ക് എന്നെ കുറിച്ചറിയാം എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കുക, ഷാദൻ ബാർക്കർ എന്ന് പറഞ്ഞ പുള്ളി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, പുള്ളി അറിയാവുന്ന നിങ്ങൾ പറയും അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ, എന്നെ കണ്ടും കേട്ടും എൻ്റെ വാക്ക് കേട്ടും എൻ്റെ എഴുത്തുകൾ വായിച്ചോ അല്ലെങ്കിൽ പ്രഭാഷണം കേട്ടോ അല്ലെങ്കിൽ ക്ലാസുകൾ ശ്രദ്ധിച്ചോ എന്നെക്കുറിച്ചുള്ള ഒരു ധാരണയാണ്. എന്നെക്കുറിച്ചുള്ള ധാരണയാണ്. എൻ്റെ പ്രൊഫൈലൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ അല്ലെങ്കിൽ കണ്ടെത്തിയോ ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ധാരണയാണ് എന്നെ കുറിച്ചുള്ള അറിവ്. നോയിങ് അബൌട്ട്. എന്നാൽ അറിയുക എന്ന് പറയുന്നത് വ്യക്തിപരമായ ബന്ധം. നമ്മൾ ചിലം പറയുമല്ലോ, എനിക്ക് അദ്ദേഹത്തെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. നമ്മൾ പറയത്തില്ല വഴക്ക് പിടിക്കുമ്പോൾ, നീ കൂടുതലെന്ന് പറയണത് നിന്നെ എനിക്ക് നന്നായി അറിയാം എന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ നിന്റെ ആകൃതിയും പ്രകൃതിയും നിന്റെ ഗുണദോഷങ്ങളെല്ലാം അറിയാം. നീ എന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള സകല ഡീറ്റെയിൽസും എനിക്കറിയാം. നിന്റെ പ്രൊഫൈൽ എനിക്കറിയാം. നീ ആരാണ്, എന്താണ് പറയുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, നീ എന്താണ് ആവശ്യപ്പെടുന്നത്, നിന്റെ സ്വഭാവം എന്താണ്, നീയുമായിട്ടുള്ള നിരന്തരമായ വ്യക്തിപരമായ ബന്ധത്തിൽ എനിക്ക് നീ ആരാണെന്ന് കൃത്യമായി അറിയാം. അതാണ് നോയിങ് എന്ന് പറയുന്നത്. നീ ശ്രദ്ധിച്ചേ, ദൈവത്തെയും അറിയാം, ദൈവത്തെ കുറിച്ചും അറിയും. ദൈവത്തെ കുറിച്ചുള്ള അറിവുകളാണ് മറ്റ് ഇതര പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കിട്ടും. ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എഴുത്തുകളിൽ നിന്നും കിട്ടും. മറ്റുള്ളവർ പങ്കുവെക്കുന്ന അനുഭവങ്ങളിൽ നിന്നും കുറിച്ചറിവ് കിട്ടും. പക്ഷേ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞത് വ്യക്തിപരമായ ബന്ധമായി. അപ്പം ഈ ധ്യാന പ്രസംഗത്തിന് അത്തരത്തിൽ ഒരു വ്യക്തിപരമായ ബന്ധം വളർത്താൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ശ്രദ്ധിച്ചേ, ഒരു ശാന്തതയും ഒരു ആത്മബോധവും നമുക്ക് ലഭ്യമാണ്. ധ്യാന പ്രഭാഷണം കേൾക്കുമ്പോഴുള്ള ഗുണങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷണമാണ് ഞാൻ പറയുന്നത്. ഒരു ശാന്തത, ഉള്ളിൽ ഒരു കംഫോർട്ട്, നമ്മളൊന്നും എന്ത് ചെയ്യുക, ഒരു സുരക്ഷിതാബോധം, നമ്മളെയൊക്കെ ആരോ ചേർത്ത് പിടിക്കുന്നത് പോലെ, നമ്മളെ ചേർത്ത് പിടിച്ച് തോളെ തട്ടിയിട്ട് സാരമില്ല എന്ന് പറയുന്നത് പോലെ, നമ്മളെ ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് പോട്ടെ ഞാനില്ലേ കൂടെ എന്ന് പറയുന്നത് പോലെ. ചുരുക്കത്തിൽ നമുക്ക് ഏറ്റവും ഇന്റിമസി ഉള്ള ആളുകൾ, നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ആളുകൾ, നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകൾ, അവരെന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു തണുപ്പ്, ഹൃദയത്തിനുണ്ടാകുന്ന തണുപ്പ്, അതാണ് വാസ്തവത്തിൽ ധ്യാന പ്രസംഗത്തിലൂടെ അതിന്റെ ഓരോ വാക്കിലൂടെയും ഒരു ശ്രോതാവ് അനുഭവിക്കേണ്ടത്. അതാണ് അതിന്റെ പ്രസംഗം. ഇനി ഇതൊരു ആത്മഭാഷണമാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് സംവദിക്കുന്ന, ഹൃദയത്തോട് പങ്കുവെക്കുന്ന ഭാഷ്യമാണ് ഇതിനുള്ളത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ലക്ഷണമാണ് പറഞ്ഞെങ്കിൽ ധ്യാന പ്രസംഗത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ധ്യാന പ്രസംഗത്തിന്റെ പ്രധാന സവിശേഷതകൾ: ഒന്ന്,
ശാന്തവും ആഴവുമുള്ള ഭാഷ. ശാന്തവും ആഴവുമുള്ള ഭാഷ. തെറ്റ് ചെയ്യുന്ന കുട്ടിയെ ശിക്ഷിക്കാൻ മാതാപിതാക്കന്മാര് എങ്ങനെയാ അവരെ വിളിക്കുന്നത്, അവരോട് സംസാരിക്കുന്നത്? മോനെ തക്കേ വന്നേടാ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? അവിടെ കെട്ടി വളരെ സന്തോഷത്തോടു കൂടി അവരെ തല്ലാൻ വിളിക്കുന്നത് എങ്ങനെയാണോ? ആ പഞ്ചായത്ത് മുഴുവൻ എന്ത് ചെയ്യും? ഓടി വരും അല്ലേ? നമ്മുടെ കുഞ്ഞ് കയ്യിലെ ചെറിയ വടി വെച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിള്ളേരുടെ ക്രിക്കറ്റ് കുത്താൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പഞ്ചായത്ത് മുഴുവൻ എന്ത് ചെയ്യും? കേൾക്കത്തക്ക നിലയിൽ ബഹളമുണ്ടാക്കി അല്ലേ? എന്നാൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ച് മുട്ടുപൊട്ടി അവർക്ക് വേദന ഉണ്ടായി എന്ന് തോന്നുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്ന ചില വാക്കുകൾ, ആ ഭാഷയ്ക്ക് ഇത് പറയുന്ന ഒറ്റ വ്യക്തിയാണ്. ആ ഭാഷയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് അല്ലേ? സുഖമുള്ള നൊമ്പരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നൊമ്പരമുണ്ടെങ്കിലും ആ നൊമ്പരത്തിന് ചെറിയൊരു സുഖം. ഉപയോഗിക്കുന്ന ഭാഷയുടേതാണ്. അപ്പം ഹൃദയം വളരെ ആഴത്തിൽ ഇടപെടാനും ഇടപഴകാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഉപയോഗിക്കുന്ന ക്രൈബിക്രയം നടത്തുന്ന ഭാഷയ്ക്ക് പോലും വലിയ മാധുര്യവും വലിയ സൗന്ദര്യവും വലിയ ഇഷ്ടവും ഒരുപാട് 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 ചേർത്ത് പിടിക്കുന്ന ഒരു സംരക്ഷണവും ഒക്കെ ഉള്ള ആത്മഭാഷണമാണ് വാസ്തവത്തിൽ ധ്യാന പ്രസംഗത്തിലുള്ളത്. ഈ ശ്രദ്ധിച്ചേ, അടുത്തത് ചെറുതായിരിക്കാം, വളരെ ഹ്രസ്വമാണ്, പക്ഷേ വളരെ ആശയങ്ങൾ, ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങളായിരിക്കണം. അതാണ് ധ്യാന പ്രസംഗത്തിന്റെ സവിശേഷത എന്ന് പറയും. മറ്റൊരു കാര്യം, ആത്മീയ അനുഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേൾക്കുന്ന ശ്രോതാവിന് കൂടുതൽ ആത്മീയ വർധനവ് വരുത്താൻ വേണ്ടി ഉപയോഗപ്രദമായ രീതിയിൽ ആത്മീയ ഉണർത്തലുകൾ നടത്തുന്ന അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പ്രസംഗ രീതിയാണിത്. ഏറ്റവും അവസാനമായ അതിൽ സവിശേഷത, ശ്രോതാക്കൾക്ക് ചിന്തിക്കുവാൻ ഇട നൽകുന്ന രീതിയിലുള്ള അവതരണ ശൈലിയാണ്. ഓരോ വാക്ക് കേൾക്കുമ്പോൾ അത് എന്നോടാണോ, അത് എന്നോട് തന്നെയല്ലേ എന്ന് ഹൃദയത്തിൽ അതെന്റെ കാര്യമാണല്ലോ, അതെന്നെ ബാധിക്കുന്നതാണല്ലോ, എന്റെ വിഷയമാണല്ലോ എന്ന് ഉറക്കെ 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 അവന് ചിന്തിക്കത്തക്ക നിലയിൽ ഇടം നൽകുന്ന ഒരു പ്രസംഗ രീതിയാണ് ധ്യാന പ്രസംഗം എന്ന് പറയുക. നീ ശ്രദ്ധിച്ചേ, ഈ ധ്യാന പ്രസംഗത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ, ഈ ദൈവജനം കേൾക്കുക മാത്രമല്ല വാസ്തവത്തിൽ ധ്യാന പ്രസംഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ്, മറിച്ച് കേൾക്കുന്നത് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് ജീവിതത്തിൽ നടപ്പിൽ വരുത്താനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ധ്യാന പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, മനുഷ്യന്റെ ആത്മാവിനോട് കൃത്യമായി ദൈവത്തിന് ഏറെ ഇടപഴകാൻ സന്ദർഭമൊരുക്കുന്ന ഒരു പ്രഭാഷണ രീതിയാണ് ഈ പ്രഭാഷണ രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഈ ധ്യാന പ്രസംഗം ഉണ്ടാക്കുന്ന രീതി, ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഈ ധ്യാന പ്രസംഗം ഉണ്ടാക്കാൻ തയ്യാറാക്കുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ രീതികൾ, തയ്യാറാക്കുന്ന രീതികൾ അങ്ങനെയൊക്കെയാണ്. ഒന്ന്, ഒരു വചനം അല്ലെങ്കിൽ ഒരു വിഷയം തിരഞ്ഞെടുക്കുക. ഒരു വചനം അല്ലെങ്കിൽ ഒരു വിഷയം തിരഞ്ഞെടുക്കുക. ഒരു ചെറിയ ബൈബിൾ വചനം, ആത്മീയ അംശം മാത്രം തിരഞ്ഞെടുത്ത് നമ്മൾ പറയും. ഉദാഹരണമായി, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സമാധാനമായിരിക്കും ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന വാക്ക്, ചെറിയ വാക്കാണ്, അല്ലെങ്കിൽ ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു ലളിതമായ ചെറിയ ഒരു വാക്യം, ഒരു വാക്കിനെ ബേസ് ചെയ്തോ ഒരു വാക്യത്തെ ബേസ് ചെയ്തോ ആഴമേറിയ ചിന്തകൾ പറയാൻ വേണ്ടി നല്ലൊരു വാക്യം, ജനങ്ങളുമായി ഏറെ അടുത്തിടപഴകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് ഏറെ അടുത്തിടപഴകാൻ പറ്റുന്ന, അവർക്ക് ഏറെ ആസ്വദിക്കാൻ പറ്റുന്ന, അവരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു വാക്യമായി ഇതിനെ മാറ്റുക. അതിനെ ഉള്ള വാക്യം തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു വാക്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഈ വാക്യത്തിന്റെ ആഴം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം.
വാക്യത്തിന്റെ ആഴം മനസ്സിലാക്കുക. ഈ വചനം എന്താണ് പറയുന്നത്, അത് ഇന്നത്തെ സാധാരണ ജീവിതത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, വാക്യം തിരഞ്ഞെടുക്കുന്നു. രണ്ടാമത് വചനത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. എന്താ ഈ വചനം എന്താണ് പറയുന്നത്, ഈ വചനം ഇന്നത്തെ ഈ വർത്തമാനകാല ജീവിതവുമായി എന്താണ് ബന്ധമുള്ളത്, അല്ലെങ്കിൽ നൽകുന്ന ഗുണപാഠം എന്താണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു സെൻട്രൽ തോട്ട് അഥവാ ഒരു കേന്ദ്ര ചിന്ത കണ്ടെത്തണം. ഈ വാക്യത്തിൽ നിന്നും ഒരു കേന്ദ്ര ചിന്ത അഥവാ ഒരു പ്രസംഗത്തിന്റെ ഒരു വാക്യത്തിൽ നിന്നും പ്രസംഗത്തിന്റെ പ്രധാന ആശയം നമ്മൾ തെരഞ്ഞെടുക്കണം. ഉദാഹരണമായി, ശാന്തതയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ശാന്തതയിലും നിശബ്ദതയിലും മൗനതയിലും ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും എന്ന് കൃത്യമായി പറയുക. അത്തരത്തിലുള്ള ഒരു ആശയം നമ്മൾ മുൻപോട്ട് വെക്കുക. നാലാമത്തെ കാര്യം, ജീവിതമായി ബന്ധിപ്പിക്കുക. എന്തൊക്കെയാണ് ജീവിതമായി ബന്ധിപ്പിക്കേണ്ടത്? നമ്മുടെ മനുഷ്യന്റെ അനുഭവങ്ങൾ, ഒറ്റപ്പെടലുകൾ, പ്രതിസന്ധികൾ, പ്രത്യാശകൾ. ശ്രദ്ധിക്കുക, ഈ വാക്യം മനുഷ്യജീവിതമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത്, ഒന്ന്, മനുഷ്യന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെയൊക്കെ അനുഭവങ്ങൾ എന്താണ്, അത് പങ്കുവെക്കുക. രണ്ടാമത്, ഒറ്റപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ. അവർക്ക് എങ്ങനെയാണ് തിരിച്ച് ഈ അനുഭവങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കാൻ കഴിയുന്നതിന്റെ പ്രാധാന്യം എങ്ങനെയാണ് ഉണ്ടാകുക. ഇനി മറ്റൊരു കാര്യം, പ്രതിസന്ധി എന്താണ്, ഇനി അവസാനമായി അതിന്റെ പ്രത്യാശ എന്താണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ഈ വായിക്കുന്ന വാക്യം സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട്, എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആയിരിക്കണം. ഇനി നാലാമത്തെ കാര്യം, അതാണ് നമ്മൾ ചിന്തിച്ചത്, ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന കാര്യം. ഇനി അടുത്തത്, ഒരു ചെറിയ ഉദാഹരണങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക്, ഈ ധ്യാന പ്രസംഗം എന്ന് പറയുന്നത് ജീവിതമായി ഏറെ ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ട കാര്യമായതുകൊണ്ട് ചെറിയ ഉദാഹരണങ്ങളും ചിന്തകളും പറയാനുള്ള ശ്രമം നടത്തും. ചെറിയ, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് കൂടാതെ ചെറിയ നമ്മുടെ ജീവിത അനുഭവങ്ങളും, അല്ലെങ്കിൽ ഈ വാക്യവുമായി ഏറെ ബന്ധമുള്ള തരത്തിലുള്ള ചെറിയ ചിന്തകളോ കഥകളോ പറയാനുള്ള ഒരു ശ്രമം. അതൊക്കെ ആത്മപരിശോധനയ്ക്കുള്ള ചോദ്യമായി ഓരോ ശ്രോതാവിന്റെയും മനസ്സിലേക്ക് എത്തിപ്പെടണം. ഏഴാമത്തെ കാര്യം, പ്രാർത്ഥനയോ ആഴമുള്ള ചിന്തയോ കൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ, ഒരു പ്രസംഗം കഴിയുമ്പോൾ വാസ്തവത്തിൽ ഒരു ആഴമുള്ള ഒരു ചിന്ത കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ വേണം നമുക്ക് ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ ഇടയായി തീരേണ്ടത്. ചുരുക്കത്തിൽ, ഏറെ പ്രാധാന്യമുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രഭാഷണ രീതിയാണ് ഈ ധ്യാന പ്രസംഗം, ഡിവോഷണൽ സർമൺസ് എന്ന് പറയുക. അപ്പൊ നമുക്ക് ഇതാണ് വാസ്തവത്തിൽ ധ്യാന പ്രസംഗത്തിന്റെ രീതിയും കാര്യങ്ങളും ഒക്കെ. ഇതിന്റെ എങ്ങനെയാണ് ഒരു ധ്യാന പ്രസംഗം ഉണ്ടാക്കേണ്ടത്, അതിന്റെ ഏതൊക്കെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളെ നോട്ട് തരുന്നതായിരിക്കും. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നോട്ട് നിങ്ങൾക്കത് ലഭ്യമായി തരും. ഇനി അടുത്തത്, എന്താണ് സുവിശേഷ പ്രസംഗം, ഇവാഞ്ചലിസ്റ്റിക് പ്രീച്ചിങ്? എന്താണ് സുവിശേഷ പ്രസംഗം? നമ്മൾ ദൈനംദിനം കേൾക്കുന്ന, എത്രയോ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണമാണ് സുവിശേഷ പ്രസംഗം. എന്നാൽ നമ്മളിന്ന് കേവലം നോട്ടീസിലോ ഫ്ലെക്സിലോ ബാനറിലോ അല്ലെങ്കിൽ അനൗൺസ്മെന്റിലോ മാത്രം, അല്ലെങ്കിൽ ഈ വെർബലി നമ്മൾ ഒരാളെന്ന് പറഞ്ഞ് മറ്റൊരാളിലേക്ക് പകരപ്പെടുന്നതല്ലാതെ ഈ സുവിശേഷ പ്രസംഗം എന്ന് നമ്മൾ വിലയിരുത്തപ്പെടുന്ന ഒരു പ്രഭാഷണങ്ങളിലും സുവിശേഷം എന്ന് പറയുന്നത് പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വർത്തമാന കാലത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ പ്രഭാഷണങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ സ്പീച്ച്, ഒരു മെസ്സേജ് ഒന്നോ പ്രചോദനാത്മക ചിന്തകൾ പറയുന്ന പ്രസംഗങ്ങളായിട്ടോ, അല്ലെങ്കിൽ ഗാനശുശ്രൂഷയും മിമിക്രിയും എന്നൊക്കെ പേരിടുന്നു അല്ലേ ഇന്നത്തെ പ്രഭാഷണം. നമ്മളെല്ലാം ഇന്ന് ആക്ച്വലി എന്തിനാ പോകുന്നത്? ശരിക്കും എന്റർടൈൻ ചെയ്യാൻ പോകുന്നതല്ലേ ആൾക്കാർ ഇന്ന്? ശരിക്കും ആലോചിച്ച് നോക്കി, നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ ഫേസ്ബുക്കിലും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് കറങ്ങുന്ന എല്ലാ മെസ്സേജും ഇതെടുത്ത് നോക്കിക്കുകയും
അതിനകത്ത് നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഒരു പ്രസംഗത്തെ നിങ്ങൾക്ക് വിലയിരുത്താനുള്ള ഒരു മാനുവൽ കൂടി തരുന്നതായിരിക്കും. ഈ പ്രസംഗത്തിന് നിങ്ങളൊന്ന് വിലയിരുത്താൻ, ഒരു പ്രസംഗം കേട്ടാൽ അതിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും, അതിനകത്ത് നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ടുണ്ടോ, അതിനകത്ത് സുവിശേഷം പറഞ്ഞോ, ആത്മീയത ഉണ്ടായിരുന്നോ, അത് ശ്രോതാക്കളുമായി ബന്ധപ്പെട്ടോ, ഏത് ടൈപ്പിലുള്ള മെസ്സേജാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 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 മാനുവൽ കൂടി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഫോം കൂടി തരുന്നതായിരിക്കും ഈ ചുമട്ടുകാലത്ത്. ഈ ശ്രദ്ധിച്ചേ, നിങ്ങൾ നിന്ന് ചോദിക്കേ, ഈ സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞ് ഇന്ന് കാണുന്ന എല്ലാ പരിപാടിക്കും, എല്ലാ കോലാഹലങ്ങൾക്ക് നമുക്ക് വാസ്തവത്തിൽ ഈ പേര് അന്വർത്ഥമാണോ എന്നുള്ള കാര്യം ചിന്തിക്കണം. ശ്രദ്ധിച്ചേ, സുവിശേഷം എന്ന വാക്ക്, എവെങ്കലിയോൺ അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് എന്ന വാക്ക്, സദ്വർത്തമാനം, സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം, മനുഷ്യന്റെ പാപസ്ഥിതി, രക്ഷയുടെ വഴി, പുതിയ ജീവിതം, ഇങ്ങനെ വ്യക്തമായി പ്രഖ്യാപിക്കുന്ന, ലളിതമായി പറഞ്ഞാൽ മനുഷ്യർക്ക് രക്ഷയുടെ സന്ദേശം, സന്തോഷം, രക്ഷയുടെ സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു രീതിയാണ് വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മുടെ പിതാവ്, എൻ്റെ അപ്പൻ ചത്തുപോയി എന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുക മറ്റുള്ളവരോട്? എൻ്റെ അമ്മ ചത്തുപോയി, എൻ്റെ അപ്പൻ ചത്തുപോയി, എൻ്റെ അപ്പൻ ചത്തുപോയി, പോട്ടെ, എൻ്റെ അപ്പൻ ചത്തുപോയെന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? എൻ്റെ ബ്രദറെ, എൻ്റെ അപ്പൻ ചത്തുപോയി കേട്ടോ, അങ്ങനെയാണോ? ചിരിച്ചോണ്ടാണോ പറയുക? ലളിതമായിട്ട്, വളരെ ഒരു പ്രാധാന്യം ഇല്ലാതെ. എന്നെ പറയാനൊന്നും പറയണ്ട, ഒരു രസമില്ല, വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അതാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടി ഓടി വന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ഇന്നത്തെ കാലം അനുസരിച്ച് മോർച്ചറി കൊണ്ട് വെച്ചു. പിന്നെ ആളെല്ലാരും കൂടി ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം. ഒരു രസമില്ലാതെ, ഒരു മൂടില്ലാതെ ഇരിക്കുമ്പോഴാണ് അച്ചായൻ മരിച്ചത്. പിന്നെ എന്ത് ചെയ്തു? പെട്ടെന്ന് ആൾ വന്നു കൂടി, മോർച്ചറി കൊണ്ട് വെച്ചു. തിരിച്ചു വന്ന് ഞങ്ങൾ പന്തലൊക്കെ ഇട്ട് പാട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്ത് ദിവസം വൈകിട്ട് കൊണ്ടുവന്നു. അന്ന് രാത്രി മുഴുവൻ പാട്ടുകാരും വീട്ടുകാരും പാടുന്ന ആവശ്യമില്ല, പാട്ടുകാർ പാടിക്കോളും. അപ്പം ഇങ്ങനെ പാട്ടുകാർ പാടിക്കൊണ്ടിരുന്നു. ഒത്തിരി പേര് ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു. അവസാനം എന്ത് ചെയ്യുക? പിറ്റേ ദിവസം അതിൽ അപ്പുറമായിട്ടുള്ള ഗംഭീരമായ അതിപ്രസംഗങ്ങൾ നടന്നു. അവസാനം എന്ത് ചെയ്തു? അടക്കി. പിന്നെയും ഒന്നാം തരവ് കാപ്പിയും കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ആ മൂഡ് ഓഫ് അങ്ങ് മാറി. നിങ്ങളെല്ലാവരും ഉണ്ടോ അതിനകത്ത്? എല്ലാവരും ഉണ്ടോ? ശ്രദ്ധിച്ചേ, ഞാൻ ഈ പറഞ്ഞത്, എൻ്റെ അപ്പൻ ചത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയേണ്ടത്? എൻ്റെ അപ്പൻ ചത്തു എന്ന്, അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ഒന്ന് അവതരിപ്പിച്ചാൽ അങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു, അതെങ്കിൽ ലോകത്തിന്റെ പിതാവ്, നമ്മുടെ പിതാവ്, മാനവകുലത്തിനു വേണ്ടി കാൽവറിയിൽ, മാനവകുലത്തിന്റെ പിതാവ് അല്ല, എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ് കാൽവറിയിൽ മാനവകുലത്തിനു വേണ്ടി രക്തം ചൊരിഞ്ഞു. മനുഷ്യന്റെ പാപം, മനുഷ്യൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് കൊടുത്തു. അവന് വേണ്ടി പരിഹാരമായി കാൽവറിയിൽ മരിച്ചു എന്നുള്ള കാര്യം എത്ര തീവ്രതയോടുകൂടി, എത്ര ഉദ്വേഗജനകമായി, എത്ര പ്രാധാന്യത്തോടുകൂടി, എത്ര എന്താണ് പറയുക, വൈകാരികമായിട്ട് ആണെങ്കിൽ പോലും എത്രയോ പവിത്രമായി, ഒന്നുകൂടി പറഞ്ഞാൽ കൃത്യമായി നമ്മൾ ഒരു ദൈവിക അംശം ഒട്ടും ചോർന്നു പോകാതെ കൃത്യമായി അവതരിപ്പിക്കേണ്ട സന്ദേശമല്ലേ ഈ സുവിശേഷം പബ്ലിക്കിന്റെ മുമ്പിൽ പറയുന്നത്? അതിന് പകരം നിങ്ങളെ ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാൻ ആരെയും ഇത് കുറ്റം പറഞ്ഞതല്ല, നമ്മൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇവാലുവേഷന് വേണ്ടി ഞാൻ ഇത് പറഞ്ഞത് മാത്രം. ശരി, എന്താണ് സുവിശേഷ പ്രസംഗത്തിന്റെ അർത്ഥം? എന്താണ്? ഇത്രയേ ഉള്ളൂ. സുവിശേഷ പ്രസംഗം എന്നത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക, മനുഷ്യന്റെ പാപസ്ഥിതിയെ അവനെ ബോധ്യപ്പെടുത്തുക, രക്ഷയുടെ വഴി എന്താണെന്ന് പറയുക, ഒരു പുതുജീവിതം അവന് വ്യക്തമായി പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ അവന് ലഭിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിതമായ സന്ദേശത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് വാസ്തവത്തിൽ ഈ സുവിശേഷ പ്രസംഗം. ഈ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രധാന സന്ദേശം എന്തായിരിക്കും? ഒന്ന്, ദൈവത്തിന്റെ സ്നേഹം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യന്റെ രക്ഷയാണ് ദൈവത്തിന്റെ ആഗ്രഹമെന്ന് കൃത്യമായി പറയാൻ കഴിയണം. രണ്ട്, മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് പറയാൻ ഉള്ള ആർജവം കാണിക്കണം. എന്ത്? സുവിശേഷത്തെ പ്രസംഗത്തിനാണ്. മൂന്നാമത്തെ കാര്യം,
രക്ഷയുടെ വഴി എന്താണെന്ന്, ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ഒരു വഴി ഒരുക്കിയിരിക്കുന്നു എന്ന് കൃത്യമായി അതിന്റെ രൂപരേഖ എന്താണെന്ന്, അതിലെങ്ങനെയാണ് ആ വഴി സഞ്ചരിക്കാൻ കഴിയുക എന്നത് കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുക. 4, വിശ്വാസവും ഒരു മാറ്റവും എന്ന് പറഞ്ഞാൽ അവനുണ്ടാകേണ്ട ദൈവത്തിലുള്ള വിശ്വാസം, വിശ്വാസത്തിലേക്ക് അവനെ നയിക്കുക, അവന്റെ മനസ്സിൽ ഒരു മാനസാന്തരം ഉണ്ടാക്കി അവനെ കൃത്യമായി ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുക. ഇതാണ് ഈ സുവിശേഷത്തിന്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത്. ഈ ശ്രദ്ധിക്കുക, സുവിശേഷ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യരെ രക്ഷയുടെ സന്ദേശം കേൾപ്പിക്കുക, ലളിതമായിട്ട് പറഞ്ഞു. 2, വിശ്വാസത്തിലേക്ക് മനുഷ്യനെ വിളിക്കുക. 3, ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുക. ഒരു ചെറിയ ഇതാണ് വാസ്തവത്തിൽ ഈ 3 പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷത്തിന്റെ ലക്ഷ്യം, പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1, രക്ഷയുടെ സന്ദേശം എന്താണെന്ന് കൃത്യമായി പറയാനുള്ള ആർജവം ഉണ്ടാകും, പറഞ്ഞു പഠിപ്പിക്കണം. 2, അവനെ വിശ്വാസത്തിലേക്ക്, ക്രിസ്തു വിശ്വാസത്തിലേക്ക്, നിലവിൽ അവൻ നിൽക്കുന്ന വിശ്വാസത്തിന്റെ പരിധിയും പരിമിതിയും അവന്റെ പ്രശ്നത്തിന്, അവന്റെ ആന്തരിക, ബാഹ്യ, വൈകാരിക, ഭൗതിക എന്ന എല്ലാ തലങ്ങളെയും അവൻ ബാധിക്കുന്ന ഈ തലങ്ങളെ അവന് രക്ഷിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു ചൂടുമാറ്റം ഉണ്ടാകാൻ അവനെ പ്രേരിപ്പിക്കുക. 3, ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി, എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റം ഉണ്ടാകാൻ അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ഇതാണ് വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയും. ഈ ശ്രദ്ധിച്ചേ, ഒരു സുവിശേഷ പ്രസംഗം തയ്യാറാക്കാനുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഒറ്റ മിനിറ്റ്. ഇല്ലേ, തയ്യാറാക്കാനുള്ള സ്റ്റെപ്പുകൾ എന്താണ്? 1, ഒരു വിഷയം തിരഞ്ഞെടുക്കണം. എന്താ? ഒരു വ്യക്തമായ സുവിശേഷ സന്ദേശമുള്ള വചനം ആയിരിക്കണം അതിന് തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വചനം, അല്ലെങ്കിൽ രക്ഷയുടെ വഴിയെക്കുറിച്ചുള്ള വചനം, അല്ലെങ്കിൽ പാപവും ക്ഷമയും എന്നുള്ള എന്തുമാകാം. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ രക്ഷയുടെ സന്ദേശം കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വചനം തിരഞ്ഞെടുക്കുക. ഇനി രണ്ടാമത്തത്, വചനത്തിന്റെ സന്ദേശം ഓരോ പ്രഭാഷകനും കൃത്യമായി മനസ്സിലാക്കണം. മനസ്സിലായോ? ഒന്നുകൂടെയും പറയാം. വചനത്തിന്റെ സന്ദേശം ഓരോ പ്രവാചകനും കൃത്യമായി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എങ്ങനെ? ഈ വചനം എന്താണ് പറയുന്നത്? മനുഷ്യർക്കുള്ള സുവിശേഷ സന്ദേശം ഇതിൽ എന്താണ്? ഈ വചനം എന്താണ് പറയുന്നത്? മനുഷ്യർക്കുള്ള സുവിശേഷ സന്ദേശം ഇതിൽ എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് ഇതിന് സന്ദേശം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ? പ്രാർത്ഥനയിലൂടെയാകാം, വചന പഠനത്തിലൂടെയാകാം, ദൈവസന്നിധിയിലൂടെ ധ്യാനത്തിലൂടെയാകാം. ഈ സന്ദേശം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. 3, അതിന്റെ പ്രധാന സന്ദേശം നമ്മൾ ഒരു കേന്ദ്ര സന്ദേശം കണ്ടെത്തണം. എന്താ? ഉദാഹരണത്തിന്
ദൈവസ്നേഹത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ രക്ഷയുടെ ആകെ തുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉദ്ധാരണമാണ്. ഇത്തരത്തിലുള്ള പ്രസംഗകൻ ഉപയോഗിക്കുന്ന കേന്ദ്ര സന്ദേശം എപ്പോഴും ശ്രോതാവിനെ സ്ട്രൈക്ക് ചെയ്യുന്ന, പിടിച്ചിരുത്തുന്നത് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതായിരിക്കും. എന്നുകൂടി ഞാൻ പറയാം, ഓരോ പ്രഭാഷകന്റെയും വാക്കുകളും വിശദീകരണങ്ങളിലൂടെ ഈ പ്രസംഗത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു 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 അവസരം അല്ലെങ്കിൽ നിർബന്ധം കൃത്യമായി കേൾവിക്കാരൻ ഉണ്ടാക്കിയെടുക്കണം. അവിടെയാണ് പ്രഭാഷകൻ വിജയിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം, മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ വായിച്ച വാക്യത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടാക്കുന്നതിന്റെ രീതിയാണ് ഈ പറഞ്ഞു വരുന്നത്. മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് എന്ത് ചെയ്യണം? കൃത്യമായി വിശദീകരിക്കുക. സുവിശേഷ പ്രസംഗത്തിന്റെ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾ എന്താണെന്ന്, പ്രത്യേകിച്ച് പാപം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ പ്രശ്നം ഉണ്ടാകുന്നത്, അതിന് കാരണം എന്താണ് എന്നുള്ളത് കൃത്യമായി, അല്ലെങ്കിൽ അവന്റെ ശൂന്യാവസ്ഥയ്ക്ക്, അവന്റെ പ്രതിസന്ധിക്ക് കാരണം എന്താണെന്ന് കൃത്യമായി അവനെ പറഞ്ഞ് ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അടുത്തത്, ഇതിനൊരു പരിഹാരം എന്താണെന്ന്, ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അതിന് പരിഹാരം എന്താണെന്ന് കൃത്യമായി പറയണം. ഇവിടെയാണ് രക്ഷയുടെ സന്ദേശം വ്യക്തമാക്കേണ്ടത്. അപ്പം അവസാനമായിട്ട് ഒരു പുതുജീവിതത്തിലേക്ക് അവനെ നയിക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് അവനെ വിളിക്കുക. അവസാനം ഒരു സമാപനമായ സന്ദേശം പറഞ്ഞ് പ്രത്യാശയുടെയും രക്ഷയുടെ ക്ഷണം കൊടുത്ത് ഈ വാക്ക് അവസാനിപ്പിക്കുക. അപ്പം ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സുവിശേഷ പ്രസംഗങ്ങളിലൂടെ ഇതിനകത്ത് ഒരുപാട് കഥകൾ പറയാം, അനുഭവങ്ങൾ പറയാം, ഉദാഹരണങ്ങൾ പറയാം, ഒപ്പം തന്നെ ലോക സംഭവങ്ങൾ പറയാം. എടുക്കുന്ന വിഷയമായിട്ടാണ് വാസ്തവത്തിൽ ഇതിന്റെ വിശദീകരണം നടത്തേണ്ടത്. ചില ആളുകൾ ഒരു വിഷയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ രസിപ്പിക്കുവാനോ തങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുവാനോ ഉള്ള നൂറുകണക്കിന് അനുഭവങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇതിനോട് ബന്ധപ്പെട്ട് പറയാം. സത്യസന്ധമല്ലാത്ത അനുഭവങ്ങൾ നമ്മൾ പുറംഭാതിരിക്കണം, അല്ലെങ്കിൽ പറയാതിരിക്കണം. എന്ന് പറഞ്ഞാൽ, നമുക്ക് ബോധ്യമുള്ളതും അറിവുള്ളതും വിശ്വാസയോഗ്യമായതും മാത്രമേ പറയാൻ പാടുള്ളൂ. ഒന്നുകൂടി ഞാൻ പറയാം, അതിശോക്തിയില്ലാത്ത, യാതൊരു വിധമായിരിക്കുന്ന ഒരു 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 യുക്തിയില്ലാത്ത അനുഭവങ്ങളോ കഥകളോ അല്ലെങ്കിൽ ഉദാഹരണങ്ങളോ ഒക്കെ ഒഴിവാക്കിയിട്ട് വിശ്വാസയോഗ്യമായിരിക്കുന്നത് മാത്രം. നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് സുവിശേഷ പ്രസംഗങ്ങളെ സമീപിക്കേണ്ടത്. കാരണം ക്രിസ്തു മരിച്ചുവെന്നും ആ മരണത്തിന് കാരണം എന്താണെന്നും മരണം മൂലം ഉണ്ടാകുന്നത് എന്താണെന്നും മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ലളിതമായ നിലയിൽ ഉദാഹരണങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതിനകത്തൊക്കെ കൃത്യമായിരിക്കുന്ന വിശ്വാസയോഗ്യമായ പദങ്ങളും പദാവലികളും ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത്തരത്തിൽ ആണ് നമ്മൾ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം 8 തരത്തിലുള്ള പ്രസംഗശാസ്ത്ര രീതികൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം, ടൈപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വളരെ നമ്മൾ പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുകൂടെ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കാം, പ്രസംഗകൻ ഉപയോഗിക്കുന്ന പവർഫുൾ പ്രീച്ചിങ് സീക്രട്ട് എന്താണ്? ശക്തിയേറിയ പ്രസംഗശാസ്ത്ര രഹസ്യം, അല്ലെങ്കിൽ ഈ പ്രസംഗ സന്ദേശം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ട അതിനകത്ത് ഒരു സീക്രട്ട് ഉണ്ട്. ഈ ഒരു വളരെ പവർഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ശക്തമായ ആരംഭം നമുക്കുണ്ട്. ഇൻട്രൊഡക്ഷൻ വളരെ ശക്തമായിരിക്കും. ആദ്യ 30 സെക്കൻഡ് എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടി ഞാൻ പറയാം, ആദ്യത്തെ 30 സെക്കൻഡ് എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്, ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരുടെയും ശ്രദ്ധ ഇദ്ദേഹം എന്താ പറയാൻ പോകുന്നത് എന്ന് വളരെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ നാളെ പറഞ്ഞ ഉദാഹരണമാണെങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും തിരക്കുണ്ടായിരുന്ന, ഏറ്റവും നന്നായി വചനം പറയുകയും ഏറ്റവും നന്നായി വചന ആഖ്യാനങ്ങൾ നടത്തുന്ന വ്യക്തിയായിരുന്നു പാസ്റ്റർ ലാസർ വി. മാത്യു. അദ്ദേഹത്തിന്റെ മെസ്സേജ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം.
ഞാൻ അദ്ദേഹത്തിന്റെ ടീമിൽ കുറെ നാൾ വർക്ക് ചെയ്തതാണ്. അപ്പം അദ്ദേഹം പ്രസംഗം തുടങ്ങുന്ന മുമ്പായിട്ട് ഏതെങ്കിലും ജനങ്ങളെ മൊത്തം തന്റെ കയ്യിലെടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിക്കും. നൈനിലെ വിധവ അല്ലെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ടാണ് ശ്രമിക്കുന്നെങ്കിൽ കൃത്യമായി ആ മരണത്തിന്റെ ഒരു ആംബിയൻസ് അവിടെ സൃഷ്ടിച്ച് ആ ശവം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ആംബിയൻസ് സൃഷ്ടിച്ചാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ക്രിസ്തു കയറിയ കഴുത, അതാണ് പ്രസംഗം. അപ്പം അദ്ദേഹം ഇന്ന് ഒരു പ്രസംഗം തുടങ്ങി, പ്രാർത്ഥന കഴിഞ്ഞൊരു പാട്ടൊക്കെ പാടി നിന്നിട്ട് അദ്ദേഹം കൈ കൊട്ടി പറഞ്ഞു, ആ കഴുതയെ കയറ്റിയിട്ടാകാൻ പറഞ്ഞു. ആളുകളൊക്കെ ഒന്ന് മാറിക്കൊടുക്കണം, ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്കൊന്ന് ചെറിയൊരു വഴി കൊടുക്കണം, അതിനും കയറ്റിയിടാൻ പറഞ്ഞു. ഇങ്ങനെ കയറിപ്പോട്ടെ. അപ്പൊ എല്ലാവരും പുറകോട്ട് നോക്കി, പറഞ്ഞ ആ കഴുതയും കയറ്റി വിട്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഏതെങ്കിലും ഒക്കെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ പ്രസംഗകർ തന്റെ ആദ്യത്തെ തന്റെ വായിൽ നിന്ന് വീഴുന്ന, പ്രഭാഷകന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് കൃത്യമായി ആദ്യം എന്താ താൻ പറയാൻ പോകുന്നത് എന്നത് ഏറെ ശ്രദ്ധയോടുകൂടി പ്രതീക്ഷയോടുകൂടിയാണ് ശ്രോതാക്കൾ ഇരിക്കുന്നത് കൊണ്ട് ആദ്യത്തെ ഒരു 30 സെക്കൻഡോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ശക്തമായ ആരംഭം നമുക്കുണ്ടാവണം. അതിനൊരു ചോദ്യത്തിലൂടെയാകാം, ഒരു കഥയാകാം, ആഴമുള്ള വാക്കുകളാകാം, കോട്ടുകളാകാം, എന്തും നമുക്ക് ഉപയോഗിച്ച് പ്രസംഗം തുടങ്ങും. ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തത് ഒരു പ്രധാന സന്ദേശം, അത് വളരെ ശക്തമായി നമ്മൾ ജനത്തിന്റെ മധ്യത്തിൽ പറയുകയും അത് അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കുകയും ചെയ്യണം. ഇന്നുകൂടി ഞാൻ പറയാം, പ്രസംഗത്തിൽ ഒരു പ്രധാന സന്ദേശം, ബാക്കിയെല്ലാം മറന്നുപോയാലും എന്തെല്ലാം കാര്യം മറന്നുപോയാലും ആ ഒരു വാക്കായിരിക്കാം ഒരു പ്രധാന സന്ദേശമായി നമുക്കുള്ളത്. ആ സന്ദേശം കൃത്യമായി പറയുന്നതിലൂടെ ശ്രോതാക്കൾ ആ സന്ദേശം ഓർത്തെടുക്കുന്നതിലൂടെ പ്രഭാഷണം മുഴുവൻ ഒരു മാലയിൽ പൊരുത്ത മുത്തുപോലെ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തും. അപ്പം കൃത്യമായിട്ട് ഒരു പ്രധാന സന്ദേശം ശക്തമായി അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. അതൊരു രഹസ്യമാണ് ഇതിന്റെ. മൂന്നാമത്, ലളിതമായ ഭാഷ. ശ്രോതാക്കൾ എല്ലാവരും ഭാഷാ പാണ്ഡിത്യമുള്ള ആളുകളാകണമെന്നില്ല. അതുകൊണ്ട് ലളിതമായിരിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കും. എന്നാൽ അത് ശീലിച്ചു വന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ അത് ഉപയോഗിച്ചു പോകും. ശ്രദ്ധിക്കുക, ഈ പ്രാസം ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോഴേ പറഞ്ഞാൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ പ്രാസം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ, ആർ കൃഷ്ണൻകുട്ടിയെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ കേട്ടിരിക്കാൻ വളരെ രസമാണ്. പൗലൂസിന്റെ മാനസാന്തരമാണ് വിഷയമെങ്കിൽ ആ പൗലൂസിന്റെ മാനസാന്തരത്തെ കുറിച്ച് ഇങ്ങനെ ഈ അടുക്കടുക്കായിട്ട് ഇങ്ങനെ ഭാഷകൾ ആ കകാരത്തിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ അകാരമാണെങ്കിൽ ആയിലാണ് തുടങ്ങുന്നെങ്കിൽ ആ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കേൾക്കുന്നവർക്ക് വളരെ രസമാണ്, കേൾക്കാൻ വലിയ സുഖമാണ്. ശ്രദ്ധിച്ചേ, അശ്വത്തിന്റെ പുറത്ത് അധികാരപത്രങ്ങളുമായി അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി അടിവച്ച് ആഗമിച്ച അനിഷേധ്യ നേതാവ് അഖിലേശന്റെ മുമ്പിൽ അഖിലവും അർപ്പിച്ച് അടിയറവ് പറഞ്ഞ അത്ഭുതകരമായ നിമിഷം ദമസ്കോസിന്റെ പട്ടണ പടിവാതിൽ. 8ാം നാളിൽ പരിച്ഛേദനേറ്റ പരിശുദ്ധന്റെ മുമ്പിൽ പരിശുദ്ധന്റെ ആധാരമെന്തെങ്കിൽ പരിച്ഛേദം പരാജയപ്പെട്ട് കിടക്കും. ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ ന്യായശാസ്ത്രന്മാരെ ന്യായം പഠിപ്പിച്ച ന്യായാധിപന്റെ മുമ്പിൽ ന്യായീകരിക്കാൻ കഴിയാതെ കിടക്കും എന്ന് പറഞ്ഞ്, ചുരുക്കം പറഞ്ഞാൽ ഓരോ വാക്കിലും ആ ആദ്യം ഉപയോഗിക്കുന്ന വാക്കിനോട് ബന്ധപ്പെട്ട് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് പോകാൻ കഴിയുക. ഇതൊക്കെ എത്ര നാളുകൊണ്ട് ഞങ്ങളിങ്ങനെ എഴുതി വെച്ച് കാണാതെ പഠിച്ചിങ്ങനെ മനസ്സിൽ ഇപ്പോഴും വെച്ചിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നമുക്ക് ട്രിക്ക് ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ പറയുന്ന ആശയത്തിന്റെ വിശദീകരണത്തിന് നമ്മൾ പരാവർത്തനം ചെയ്യുന്ന, പങ്കുവെക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കുകളും എത്രത്തോളം ലളിതമാകുമോ അതിന്റെ അർത്ഥം സാധാരണ ലോക്കൽ ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞു. ലോക്കൽ ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതല്ല. ഭാഷയ്ക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു സൗന്ദര്യം ഉണ്ടാകും, ഭാഷയ്ക്കൊരു ഒരു ഒഴുക്കുണ്ടാകണം. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാക്പ്രയോഗങ്ങളിലോടൊപ്പമാണ് ശ്രോതാക്കൾ സഞ്ചരിക്കേണ്ടത്. എന്നോടൊപ്പം സഞ്ചരിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ അവർ എന്റെ സൗന്ദര്യം കണ്ടോ, എന്റെ ഗാംഭീര്യം കണ്ടോ, എന്റെ ആകാര വടിവ് കണ്ടോ, ഞാൻ ധരിച്ച വസ്ത്രത്തിന്റെ
പൊലിമ കൊണ്ട് ഒന്നും ആയിരിക്കുകയില്ല. മറിച്ച് ഞാൻ ഉപയോഗിക്കുന്ന പദങ്ങളും അതിൽ നിന്ന് പ്രസരിക്കുന്ന ശക്തിയുണ്ട്. ഒരു ശക്തി ഉണ്ടാകാം, ഒരു ആകർഷണീയത ഉണ്ടാകാം. ആ ആകർഷണീയതയും മാത്രമല്ല അതിനെ എത്ര വലിയ ആളാണെങ്കിലും അതിനകത്ത് ആകർഷിക്കാൻ കഴിയുന്ന ഒരു രസം അതിനകത്തുണ്ടാകും. ഒരു രസം. ആ രസമാണ് വാസ്തവത്തിൽ പ്രഭാഷകന്റെ കൈമുതൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മളോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ വേണ്ടി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലളിതമായ ഭാഷയാകാം. പക്ഷേ ആ ഭാഷയ്ക്ക് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി, വളരെ വാത്സല്യത്തോടു കൂടി, തർജ്ജനമാണെങ്കിൽ തർജ്ജനത്തോടു കൂടി, ഒരു മുഷിപ്പില്ലാതെ, ആരെയും വ്യക്തിപരമായി ഹനിക്കാതെ, ആരുടെയും വിശ്വാസത്തിന് പോറലേൽക്കാതെ, മങ്ങലേൽക്കാതെ, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെ ഉപയോഗിക്കുന്ന നല്ല ഭാഷയായിരിക്കണം, ലളിതമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷ എന്ന് പറയുന്നു. മനസ്സിലായോ? ഇനി അടുത്തത് ഈ വലിയ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ, ഗോപ്യമായിരിക്കുന്ന വാക്കുകൾ, സുഷുപ്തിയില്ലാണ്ട് പോകുന്ന വാക്കുകൾ എന്നൊക്കെ പറയുക. ജുഗുപ്തമാകുക എന്നൊക്കെ പറയും. എന്താ ജുഗുപ്തമാകുക എന്ന് പറഞ്ഞാൽ? മുച്ചകടി. മുച്ചകടി എന്താണെന്നറിയാമോ? മൺവണ്ടി, മണ്ണ് കയറ്റുന്ന വണ്ടി, എത്ര അല്ലെ, മണ്ണുകൊണ്ടുണ്ടാക്കിയ വണ്ടി. കടിക്കപ്പെട്ടാത്ത വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. ജുഗുപ്തമാകുക എന്ന് പറഞ്ഞാൽ അങ്ങ് മറഞ്ഞിരിക്കുക, അങ്ങ് ഒളിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മൾ പറയുന്ന ആശയങ്ങൾ വളരെ ലളിതമായിരിക്കണം, എന്നാൽ അതിനൊരു സുഖമുണ്ടാകണം, കേൾക്കാൻ ഇഷ്ടമുണ്ടാകണം, കേൾവിക്കാൻ അരോചകം ഉണ്ടാകാതിരിക്കണം, നമ്മോടൊപ്പം സഞ്ചരിക്കാൻ അവന് എന്ത് ചെയ്യാം, താല്പര്യമുണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ശ്രോതാവ് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ? ഒച്ചപ്പാടും ബഹളവും അല്ല, മൗനമായി അവന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളും വൈകാരിക തലങ്ങൾ അവനോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ച പ്രതികരണങ്ങളായി നമ്മളിലേക്ക് പ്രതികരണങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മോടൊപ്പം ഈ ശ്രോതാവ് സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു ശൈലി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരും കേസിയോന്റെ ശിഷ്യന്മാരോ കേസിയോൻ പ്രസംഗിക്കണമെന്ന് പറ്റുമോ? നമുക്ക് നമ്മുടെ ആയിരിക്കും ശൈലി ഉണ്ടാവണം. ഇന്നൊരു രാത്രിയിൽ ദൈവം നിന്നെ, ഞങ്ങളുടെ ചർച്ചയിൽ ഒരാളുണ്ട്, ശ്രീരംപുള്ളി, അദ്ദേഹം ഒരു അസോസിയേറ്റ് പാസ്റ്ററാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോഴെല്ലാം കേസിയോണിന്റെ അതേ ഭാവവും രൂപവും കൈകൊണ്ടലും ആക്ഷനും ഒക്കെയാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പൊ നമുക്ക് പ്രിയമുള്ളവർ അങ്ങനെ ആരെയും വേണ്ട. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു ശൈലി, നമ്മുടേതായിരിക്കുന്ന ഒരു രീതി ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ശ്രദ്ധിച്ചേ, ഈ നാലാമത്തെ കാര്യം, വേഗത്തിൽ നമ്മുടെ ഹൃദയവുമായി ഇടപെടാൻ കഴിയുന്ന ചെറിയ അനുഭവങ്ങളോ കഥകളോ നമുക്ക് ഉപയോഗിക്കാം. അതൊരു ടെക്നിക്കാണ്. പക്ഷെ ഇതിനകത്തൊരു വിശ്വാസ്യത ഉണ്ടാകും. വിശ്വാസ്യത. നമ്മൾ ഉപയോഗിക്കുന്ന അനുഭവങ്ങളൊക്കെ, നമ്മൾ പറയുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകാര്യമായ നിലയിൽ ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ അവർക്കും കൂടി ഇത് വിശ്വാസയോഗ്യമാണെന്ന് തോന്നണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇത് സത്യമാണെന്ന് നമുക്ക് തോന്നും. അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സംവേദനക്ഷമമാകുന്ന ഒരു പ്രതലം അല്ലെങ്കിൽ ഒരു അംശം നമ്മുടെ പ്രഭാഷണങ്ങളിൽ, നമ്മൾ അവതരിപ്പിക്കുന്ന കഥയിലോ കഥാപാത്രങ്ങളിലോ, നമ്മൾ അവതരിപ്പിക്കുന്ന ചിന്തകളിലോ, നമ്മൾ അവതരിപ്പിക്കുന്ന അനുഭവങ്ങളിലോ ഉണ്ടായിരിക്കണം. പറഞ്ഞ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വിശ്വാസ്യതയുള്ള, യുക്തിപരമായി ചിന്തിച്ചാൽ കുഴപ്പമില്ലാത്ത ഭൗതിക തലങ്ങളെ സ്പർശിക്കുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത കാര്യം, ആത്മപരിശോധനയുടെ ചോദ്യങ്ങൾ ഉണ്ടാവണം. ശ്രോതാക്കളുടെ മനസ്സിൽ ചാട്ടുളി പോലെ, ശ്രദ്ധിക്കുക, ശ്രോതാക്കളുടെ മനസ്സിൽ ചാട്ടുളി പോലെ തറഞ്ഞു ചെല്ലുന്ന ചോദ്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ, ചോദ്യങ്ങൾ മാത്രമല്ല അതിനൊരു പരിഹാര നിർദ്ദേശം കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ അവൻ തിരിച്ച് ഒരു പ്രതികരണം അവനിൽ നിന്നുണ്ടാകൂ. ബോംബ് സ്ഫോടനം ഉണ്ടായാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് എത്ര ഇന്ത്യക്കാരനുണ്ട് എന്നുള്ളത്, അതിനകത്ത് എത്ര മലയാളി ഉണ്ടെന്നുള്ളത്, അതിനകത്ത് എന്റെ നാട്ടുകാരൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്, ഈ മരിച്ചുപോയവരിൽ ഏതെങ്കിലും പെന്തക്കോസ്തുകാരനുണ്ടോ, ക്രിസ്ത്യാനി എത്രയുണ്ടോ എന്ന് അന്വേഷിക്കും. അതിനകത്ത് പെന്തക്കോസ്തുകാരൻ എത്രയുണ്ടെന്ന് അന്വേഷിക്കും. അതിനകത്ത് എന്റെ സമക്കാരൻ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ IPC-കാരൻ എത്രയുണ്ട്, കച്ചക്കോടുകാരൻ എത്രയുണ്ട് എന്നുള്ള അന്വേഷണം. നമ്മുടെ ആശയം മനസ്സിലാവുന്നുണ്ടോ?
നമ്മളൊക്കെ ഒരു കാര്യത്തോടുള്ള സമീപനത്തിന്റെ രീതിയാണ് എനിക്ക് പറയുന്നത്. എന്നാൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ മനുഷ്യനാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. മനുഷ്യനാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധിക്കപ്പുറമായി എന്റേത്, എനിക്ക് നോവുന്ന, എനിക്ക് നൊമ്പരപ്പെടുന്ന എന്തെങ്കിലും ആ വാർത്തയ്ക്കകത്തുണ്ടോ എങ്കിൽ മാത്രമേ എനിക്ക് ആ വാർത്ത പ്രാധാന്യമുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു പൊതു സംഭവം ഉണ്ടാകുമ്പോൾ, പൊതുവിലൊരു സന്ദേശം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സന്ദേശങ്ങളിൽ കേൾവിക്കാരന് നൊമ്പരപ്പെടുന്ന എന്തെങ്കിലുമുണ്ടോ? കേൾവിക്കാരന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമുണ്ടോ? കേൾവിക്കാരനെ ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലുമുണ്ടോ? കേൾവിക്കാരനെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലുമുണ്ടോ? കേൾവിക്കാരനെ സ്പർശിക്കുന്ന എന്തെങ്കിലുമുണ്ടോ? അല്ലെങ്കിൽ അവൻ നിലവിൽ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ തർജ്ജനം ചെയ്യുന്ന, അതിനോട് വാദപ്രതിവാദമായി ഉയരുന്ന വാദമുഖങ്ങൾ അതിനകത്തുണ്ടോ? ചുരുക്കം പറഞ്ഞാൽ ഇത് തെറ്റാണെന്നും ഞാൻ ഉയർത്തിപ്പിടിച്ച് ശരിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും ചിന്തകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തെളിവുകളോ അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ പ്രസ്താവനകളോ ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് തിരിച്ചുള്ള ശ്രോതാവിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. നമ്മളൊന്നും അങ്ങനൊന്നും ഇല്ലെന്നേ. നമുക്കൊരു ദൂത് കേട്ടാ എന്ത് ചെയ്യും? അന്നേരം കൈ പൊക്കി സ്തോത്രം, അല്ലേ? ദൂത് പറയുന്ന ആളിനെ പോലും പറയിപ്പിക്കുകയില്ലാത്ത നിലയിൽ ബഹളം ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യും? ഇതെന്നാ ദൂതായിരുന്നു, എന്നോട് ഇങ്ങനെ അങ്ങ് സംസാരിക്കുക, എന്നെ സംസാരിച്ചു, അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റുന്നു. ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ നാളുകളായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ ഒരു പരിഹാരമുണ്ട്. എന്തോ അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ആത്മപ്രകാശനം, എനിക്കൊരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഞാൻ താളത്തിൽ തുടങ്ങിയും അവതാളത്തിൽ എന്റെ കയ്യടി അവസാനിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു അനുഭവം, അതാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ ഇന്ന് എത്ര പേര്, പണ്ടൊക്കെ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് കൂടി കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൺവെൻഷൻ എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഒരു തീരുമാനക്കാർഡ് ഉണ്ടാക്കാൻ എന്നൊരു അവിടെ പഠിപ്പിക്കുന്ന ഒരു സാറ് പറഞ്ഞു, അദ്ദേഹം നടത്തിയ ഒരു കൺവെൻഷൻ, ഒരു കൺവെൻഷൻ നടത്തി. അവിടെയുള്ള എല്ലാ സഭക്കാരും കൂടി നടത്തിയൊരു കൺവെൻഷനിൽ വിശ്വാസത്തോടു കൂടി അവർ ഒരു തീരുമാനക്കാർഡ് ഉണ്ടാക്കി. ഞാൻ എഴുതി കൊടുത്തു. തീരുമാനക്കാർഡ് പ്രിന്റ് ചെയ്തുകൊണ്ട് വന്ന് ഞാൻ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് വലിയ അനുഭവം തോന്നി. കാരണം എത്രയോ വർഷങ്ങളായി അങ്ങനെ ഒരു പരിപാടി പോലും നമ്മുടെ ഒന്നും കൺവെൻഷൻ ഇല്ല, അല്ലേ? നമ്മുടെ കൺവെൻഷൻ അവസാനം എന്ത് ചെയ്യാം? ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ആളുകൾ വന്ന് കുറെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു പോവുക. പിന്നെ അതിന്റെ പുറകെ ആ പ്രാർത്ഥന പോലും കേൾപ്പിക്കാതെ പാട്ടുകാരെന്ത് ചെയ്യുക? ഉഗ്രൊരു പാട്ടും ബഹളവും എല്ലാം ആയി. ഒരു സന്തോഷം, ഒരു കുളിർമ, ഒരു ആത്മസംതൃപ്തി പ്രാപിച്ചെന്ത് ചെയ്യാം? ഞങ്ങൾ കൺവെൻഷൻ വെച്ചെന്നും പറഞ്ഞ് ഈ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അവിടെ ഒത്തിരി പേർക്ക് രക്ഷിക്കപ്പെട്ടില്ല. രണ്ട് കുടുംബം കൈപൊക്കി അവർ 2 പേര് അവർ പിന്നീട് അത് കുടുംബമായി കർത്താവിന് വേണ്ടി തിരിഞ്ഞു എന്ന് പറഞ്ഞു. അവർ ലക്ഷങ്ങൾ മുടക്കിയ കൺവെൻഷൻ, വലിയ അന്വേഷണം ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് 2 ആത്മാക്കൾ മതി. അപ്പൊ അവർ ധൈര്യത്തോടു കൂടി ഈ ഇന്നത്തെ ഒരു പുതിയ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കൺവെൻഷൻ വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ തീരുമാനക്കാർഡ് അടിച്ച് വോളണ്ടിയേഴ്സിന് എന്ത് ചെയ്യുക? അകത്ത് നിർത്തുക, അത് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും കൈവെക്കുന്നുണ്ടെങ്കിൽ, അല്ലേ? ഇന്നിപ്പം ഒരു കൺവെൻഷൻ വെച്ചാൽ പാട്ടുകാർ പണ്ടൊക്കെ ഞങ്ങൾ ടീമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇന്നലെ സെലിബ്രിറ്റീസാ. അവർ 6 മണിക്ക് വന്ന് മൊത്തം 10,000 വാങ്ങിച്ച ഒരു സെലിബ്രിറ്റീസാ 4 പാട്ടും പാടി, അല്ലേ? ഒരു അരമണിക്കൂർ മൗനമായി നിന്ന് ശാന്തമായ രൂപത്തിൽ ഇടപെടലുണ്ടെന്ന് പറഞ്ഞ് ജനത്തെ ഒരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ പ്രഭാഷകൻ 10,000 വാങ്ങിക്കാൻ കഴിവുള്ള പ്രഭാഷകരെ വിളിച്ച് സ്ഥിരം കേൾക്കുന്ന പ്രഭാഷണം. ഇനി നമ്മൾ ടി വിക്കകത്ത് 24 മണിക്കൂർ കേട്ടാലും അവരെ തന്നെ വീട്ടിൽ നമ്മുടെ കൺവെൻഷന് വിളിച്ച് യോഗം നടത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു തൃപ്തിയില്ല. ഞാൻ കുറ്റം വല്ല പറഞ്ഞത്. കേട്ട് ടി വി വെച്ചാൽ ഇത് തന്നെ വീട്ടിൽ തിരിച്ചും മറിച്ചും ഹാർവെസ്റ്റ് വെച്ചാൽ അവര്, പിന്നെ ഈ പൗരോഷം വെച്ചാൽ ഇവര്, പിന്നെ കൃപയാൽ നമുക്ക് വേറെ ഒന്നും നമ്മൾ വെക്കുന്നുമില്ലല്ലോ. അതല്ലേ പ്രശ്നം. ഇത് ഓണാക്കിയിട്ടിരിക്കുക, അല്ലേ? പോട്ടെ. ഞാൻ പറഞ്ഞത് സുവിശേഷം പങ്കുവെക്കുന്ന ആളുകളെ തെരഞ്ഞു വിളിച്ച് പച്ചയ്ക്ക് സുവിശേഷം പറയാനുള്ള കഴിവുള്ള ആളുകളെ തെരഞ്ഞിട്ട് എല്ലാ ശുശ്രൂഷക്കാരും, ശുശ്രൂഷ നല്ല കാര്യമാണ് കേട്ടോ. പ്രസംഗ വിഷയമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങളൊക്കെ വിട്ടിരിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെങ്കിലും രക്ഷിക്കപ്പെടാൻ കഴിയുന്നുണ്ടോ? അതാണ് സുവിശേഷ പ്രസംഗം. ശ്രദ്ധിച്ച്
ആത്മപരിശോധനയ്ക്കുള്ള ചോദ്യം. നമ്മൾ ഈ പ്രസംഗ ടെക്നിക്കാണ് പറയുന്നത്. അടുത്തത് വികാരവും സത്യവും ചേർക്കണം. നമ്മൾ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ പച്ചയ്ക്ക് നിന്ന് പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാരെ ഏറ്റെടുക്കും? ഈ പ്രഭാഷണങ്ങൾ എപ്പോഴും മനുഷ്യന്റെ പ്രതിസന്ധികളെ സന്ധിക്കണം. മനുഷ്യന്റെ ഒരു ഉദ്വേഗജനകമായ അവന്റെ ജീവിതത്തെ സന്ധിക്കണം. അവന്റെ പ്രശ്നങ്ങളെ സന്ധിക്കണം. സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ പ്രഭാഷണം ഒരു ശ്രോതാവിന്റെ മനസ്സുമായി സംവദിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വൈകാരികമായിട്ടാണ് പറ്റുക. ഒപ്പം തന്നെ വൈകാരികമായി ഉണർത്തൽ മാത്രമല്ല, നമ്മളൊക്കെ ഇന്നൊരു ഒരു പ്രസംഗം കേട്ടാൽ ഒരു വൈകാരിക ഉണർത്തൽ മാത്രം നമുക്കുണ്ടാകുന്നു പോരാ. അതിനകത്ത് സത്യം കൂടി നമ്മൾ സത്യത്തിന്റെ ചേരുവ കൂടി വൈകാരികമായി നമ്മൾ ഒരു കാര്യം അവതരിപ്പിച്ച് അവനെ സ്വീകരിക്കാനുള്ള വഴി ഒരുക്കുമ്പോൾ തന്നെ ശരിയായിരിക്കുന്ന സത്യം കൂടി പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തണം. അതാണ് ഈ പ്രഭാഷണത്തിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുക. ഇനി ശക്തമായിരിക്കുന്ന ഒരു സമാപനം അതിനകത്തുണ്ടാകണം. ശക്തമായ ഒരു സമാപനം. എന്താ സമാപനത്തിൽ പറയേണ്ടത്? ആ ശ്രോതാവിനെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിയണം. അവനൊരു ആശ്വാസം ഉണ്ടാകണം. ഈ യോഗം കഴിഞ്ഞു പോകുമ്പോൾ, പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി അവൻ പോകണം. ഇല്ല എങ്കിൽ അവന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നിട്ട് അത് അവനോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത ദിവസം തന്നെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ പ്രഭാഷകനെ അല്ലെങ്കിൽ സഭ തപ്പി അല്ലെങ്കിൽ ബൈബിൾ അന്വേഷിച്ച് ആ വ്യക്തി പോകണം. അതാണ് ക്രിസ്തീയ പ്രസംഗത്തിന്റെ സമാപന സന്ദേശം എന്ന് പറയുക. ശ്രദ്ധിച്ചേ, ഒരു കാര്യം 4 മിനിറ്റിനുമുണ്ട്, അതും കൂടി പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കും. ഒരു 2-3 കാര്യങ്ങൾ. ഈ അഡ്വാൻസ് പ്രീച്ചിങ് ടെക്നിക്സ്, അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ കുറെ 1-2 കാര്യം കൂടി ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അപ്പൊ ഏതായാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ പ്രഭാഷണ അതിന്റെ ഏകദേശം 8 പ്രഭാഷണ രീതികൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഭാഗ്യമായിട്ടെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോട്ടും കൂടി കിട്ടി അതുകൂടെ വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് നമ്മുടെ ചർച്ചയിൽ പ്രസംഗിക്കുന്ന പ്രസംഗം ഏത് ടൈപ്പിലുള്ള പ്രസംഗം ആണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്താനുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു പ്രഭാഷണം ഉണ്ടാക്കിയാൽ, ഒരു പ്രസംഗം ഉണ്ടാക്കിയാൽ അത് ഏത് ടൈപ്പിലുള്ള പ്രസംഗമാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തി വേണം നിങ്ങൾ പ്രസംഗം ഉണ്ടാക്കാൻ. നിങ്ങളെ ക്ഷണിക്കുന്ന വേദികൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ആ വേദി അറിഞ്ഞ് അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളുടെ ആ പ്രസംഗത്തിന്റെ പ്രസക്തി അറിഞ്ഞ് വേണം നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ രീതികൾ മാറ്റാൻ. ഏത് ടൈപ്പിലുള്ള പ്രസംഗം വേണം അവിടെ നടത്തേണ്ടത് എന്നുള്ളത് നമ്മളെ ക്ഷണിക്കപ്പെടുന്ന സദസ്സിനെ അറിഞ്ഞ് വേണം നടത്താൻ. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി നോട്ടുകൾ നാളെ തരുന്നതായിരിക്കും. ബാക്കി ചില പ്രസംഗശാസ്ത്രത്തിന്റെ മറ്റു ചില കാര്യം കൂടി നമുക്ക് ഒരു 3-4 ക്ലാസ്സും കൂടി നമുക്ക് ലഭിക്കുമല്ലോ. 3-4 ക്ലാസ് ലഭിക്കും. ഏതായാലും ആ ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യം ചിന്തിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് വൈകിട്ടും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും സ്തോത്രം ഒരാൾ പ്രാർത്ഥിച്ചാട്ട് അവസാനമായി അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വീണ്ടുങ്ങളുടെ പാദപീഠത്തിലേക്ക് ഒരുമിച്ച് ചേർന്ന് വരുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനം എങ്ങനെ സംസാരിക്കണമെന്നും അതിന് ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവിധങ്ങളായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ കർത്താവിന് വിലപ്പെട്ട ദാസിൽ കൂടി അനേക മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ മുഖത്തുള്ള വേലയ്ക്കായി ഞങ്ങളെ വിളിച്ചല്ലോ. വരുന്ന കാര്യങ്ങൾ പിന്നെയും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവെ അതേ ശക്തിയോടെ നിൽപ്പാൻ ആവശ്യമായ ദൈവിക കാര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ കർത്താവെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന പഠിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളും ആത്മീയ സത്യങ്ങളും കാര്യങ്ങളും എല്ലാം ഹൃദയത്തിൽ പതിഞ്ഞ് വരുന്ന ദിവസങ്ങൾ ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം എല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നയിപ്പാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ദൈവം ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെ കർത്താവെ, ദാസനെ ബലപ്പെടുത്തണമേ. നിന്റെ ദാസനോടും തന്റെ കുടുംബത്തോടും ശുശ്രൂഷയോടും അതേ വരും കാര്യങ്ങളും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരട്ടിയായി പ്രയോജനപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു.
കോളേജിന്റെ നടത്തിപ്പുകൾക്ക് വേണ്ടി പ്രതികാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷാജി പാഷയ്ക്ക് വേണ്ടിയും അതേ ലാലു പാഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതിന്റെ നടത്തിപ്പുകളെല്ലാം നന്നായി പിന്നെയും കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പിന്നെയും കോളേജിന് നൽകി മാനിക്കണമേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ഗ്രാജുവേഷൻ സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മാന്യമായിരിക്കാൻ സഹായിക്കണമേ എന്ന ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വവും ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും പ്രത്യേകാൽ ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ ഫോമുകൾ നിങ്ങൾ പൂരിപ്പിക്കുക. 25-ാം തീയതി പങ്കെടുക്കുവാൻ സാധിക്കുന്നവരെല്ലാവരും കടന്നു വരിക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.